പിന്നെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് KTUവിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു കാര്യം സാറ് പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ. ജാബിർ സാറ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് കൂടി എങ്ങനെ ചെയ്യലെന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ KTU പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ നേരെ എക്സാമിലോട്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിലോട്ട് പോവാം. അവിടെ ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് എടുക്കുക. അതെടുത്താൽ പിന്നെ അത് എല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഈ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഇതിൻ്റെ താഴത്തുള്ള 3 കാര്യങ്ങളെ കാണിക്കത്തുള്ളൂ. ഈ എഡിറ്റ് ഉണ്ടാവും, ഈ അപ്ലോഡ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. ഈ പ്രൊജക്റ്റ് ടൈറ്റിലിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സോഴ്സ് കോഡോ അങ്ങനത്തെ തോന്നുന്നു, മറ്റേ നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ സോഴ്സ് കോഡ് അങ്ങനെ തോന്നുന്നത് ഫസ്റ്റ് കാണിക്കുക തോന്നുന്നു. അപ്പോൾ ഈ ടൈറ്റിൽ ആഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരിക. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി ഈ പ്രൊജക്റ്റ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡിറ്റിൽ പോവുക. എഡിറ്റ് പോകുമ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും പ്രൊജക്റ്റ് ടൈറ്റിൽ പറഞ്ഞിട്ട്. അത് കറക്റ്റ് നമ്മൾ റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് അതേമാതിരി തന്നെ കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ അതേപോലെ ഇതിനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ക്യാൻസൽ കൊടുത്തത്. സേവ് ചെയ്താൽ ഈ റിപ്പോർട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം, 0 ഐറ്റംസ് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണിക്കും. അപ്പോൾ ആ ടൈമിൽ അപ്ലോഡ് റിക്വസ്റ്റ് റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൊജക്റ്റിലുള്ള ഈ അബ്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, ഈ അബ്സ്ട്രാക്റ്റിൻ്റെ ഈ ടോട്ടൽ അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വെർഷനാണ് അവിടെ കൊടുക്കേണ്ടത്. കംപ്ലീറ്റ് സാധനം അതിൽ ജസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് അതിൽ ഉണ്ടാവണം, അങ്ങനത്തെ രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു പാരാഗ്രാഫ്, ലിമിറ്റൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. ഒരു ചെറിയൊരു പാരാഗ്രാഫ് അല്ലെങ്കിൽ 2-3 ലൈനിലൊക്കെ ഒതുക്കാൻ നോക്കുക. ഇതിൻ്റെ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഒറ്റ പാരാഗ്രാഫായാലും കുഴപ്പമില്ല, പക്ഷെ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. അത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് കൊടുത്താൽ, പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മളെ ഫയൽ സെലക്ട് ചെയ്യാനുള്ള, അതായത് റിപ്പോർട്ട് PDF സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്നിട്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ബ്രൗസ് കൊടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് ഏതാണോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ സെലക്ട് ആവും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താലാണ് ഈ റിപ്പോർട്ട് ഡീറ്റെയിൽസ് വന്നിട്ട് ഇങ്ങനത്തെ ഡിസ്ക്രിപ്ഷനും അപ്ലോഡ് ഡേറ്റ് വെരിഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു കാര്യം അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതാണ് വരുന്നത്. ഇതേമാതിരി നിങ്ങളുടെ പ്രൊജക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കണം, ആ ഒരു അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് വെർഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. എന്നിട്ട് ജസ്റ്റ് എല്ലാം വെരിഫൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് വെരിഫൈ ചെയ്യണം, എന്നിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ. അങ്ങനെ ആ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ഒന്നുകൂടി ജസ്റ്റ് ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. അങ്ങനെ വെരിഫൈ ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ സബ്മിറ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ഇത് വരും, യെസ് അടിക്കുക. ഇതാണിപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റാറ്റസ് കാണിക്കുന്ന റിപ്പോർട്ട് സബ്മിറ്റഡ് എന്നുള്ള അടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇത് തന്നെ അപ്പോൾ ഇങ്ങനെ ഇത്ര ഉണ്ടാവുള്ളൂ.